അങ്ങനെ അച്ഛനോട് പോയി ചോദിച്ചപ്പോഴാ ദക്ഷയാഗത്തിന് ശേഷം മഹാദേവന്റെ യാഗഭാഗമാണ് എന്താ യജ്ഞശേഷം. യാഗത്തിന്റെ ശേഷം എന്ത് ബാക്കി വരുന്നു അതൊക്കെ മഹാദേവനുള്ളതാണ്. ആ മഹാദേവനാണ് ഉണ്ണി എൻ്റെ മുമ്പിൽ വന്നത് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് കണ്ണുനീര് വാർത്ത് ആ ഉണ്ണി ഇതാ മഹാദേവന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ മഹാദേവ, ഞാൻ അറിയേണ്ട ചെയ്തതാണ് ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ മഹാദേവന് വളരെ സന്തോഷമായി. ഉണ്ണി ഇത് നീയെടുത്തോ, ഇതൊക്കെ നല്ല സത്യനിഷ്ഠയില് എനിക്ക് അത്രയും സന്തോഷമായി എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച ആ ഭക്തോത്തമനായ നാഭാഗന്റെ മകനായിരുന്നു അംബരീഷൻ. ആ അംബരീഷനോ സപ്തദ്വീപുകളും ഭരിക്കുന്ന കേവനായിരുന്നു. എങ്കിലും ഇതൊക്കെ വെറും മണ്ണാങ്കട്ടയാണ് എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. വേണമെന്ന് നശിക്കാം. അതുകൊണ്ട് തൻ്റെ ശരീരം, കണ്ണുകൾ ഭഗവാനെ കാണാനും, കാതുകൾ ഭഗവത് കഥകൾ കേൾക്കാനും, കരങ്ങള് ഭഗവൻ മന്ദിരങ്ങളെ ശുദ്ധീകരിക്കാനും, ശിരസ് ഭക്തജനങ്ങളെ നമസ്കരിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹം വിനിയോഗിച്ചു. അദ്ദേഹം ധനാദികളിലൊന്നും തൽപരനായിരുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ ഭക്തി കണ്ട് ഭഗവാൻ തന്റെ ഭക്തനായ സുദർശന ചക്രത്തെ ഈ അംബരീഷന്റെ സഹായിയായിട്ട് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഭരണത്തിന്റെ കാര്യമൊക്കെ ഒരുവിധമൊക്കെ നോക്കണത്. അംബരീഷൻ ഈശ്വര ഭജനൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ദ്വാദശി വ്രതം നോക്കണ ഏർപ്പാട്. എല്ലാ മാസത്തിലും 2 ഏകാശി വരും, അത് രണ്ടും നോക്കും. ദ്വാദശി ദിവസം പാരണം വരും. അങ്ങനെയാണോ നമ്മളൊക്കെ ഏകാശി നോക്കാന്ന് പറയും, ദ്വാദശി വ്രതം എന്നതിന് പേര്. അങ്ങനെ 1 കൊല്ലം തുടർച്ചയായിട്ട് എല്ലാ ഏകാശിയും നോറ്റ് അവസാനം തുടങ്ങിയോർത്തെത്തുമ്പോഴാണ് ഒരു വ്രതം പൂർണ്ണാകും. അപ്പൊ അങ്ങനെ വ്രതം അവസാനിക്കുന്ന ആ ഏകാദശി കഴിയണമെന്ന് സാക്ഷാൽ ദുർവാസാവ് മഹർഷി അതിഥിയായിട്ട് എത്തിച്ചു. അദ്ദേഹത്തോട് കേമായിട്ട് സ്വീകരിച്ചു, അദ്ദേഹത്തോട് കുളിച്ചു വരൂ ഇതൊക്കെ പറഞ്ഞയച്ചു. കാലും തീര് മുങ്ങി. അദ്ദേഹം വിചാരിച്ചു എന്തായാലും അമൃതയത്തൊക്കെ കേമായിട്ടുണ്ടാവും, താരത്തിലൊക്കെ അല്ലേ, കുറച്ച് പതുക്കെ പോവാ എന്ന് വിചാരിച്ച് വെള്ളത്തിന്ന് കയറിയില്ല. ഇവിടെ പാരണ വിടുമ്പോ നേരായി. ദുർവാസാവിനെ കാണാനുമില്ല. അപ്പോൾ അദ്ദേഹം വരാണ്ട ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹത്തിന് ശുണ്ഠി വരുന്ന ഉറപ്പാണ്. വെറുതെ തന്നെ ശുണ്ഠി വെക്കണ ആളാണ്. ഇപ്പൊ അദ്ദേഹത്തിന് തപസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ശുണ്ഠി കൂടിയിട്ട് അറിയാൻ വരിക. അപ്പൊ ഇദ്ദേഹം ആലോചിച്ചു എന്ത് വേണം. അവിടെ ഉള്ളവരെയൊക്കെ ആയിട്ട് ആലോചിച്ചാൽ ഭഗവാന്റെ പാദതീർത്ഥം മാത്രം ലേശം. അംഭസ കേവലേനാഥ അധിഷ്യേ പ്രതപാരണം. ആ അംഭസ് പാദതീർത്ഥം മാത്രം. ആ ഭക്ഷണം കഴിച്ച ദോഷമില്ല, പാരണ വീടിയെന്നാവും ചെയ്തു. പക്ഷെ ഇദ്ദേഹം എപ്പോ പാരണ വീടിയോ അപ്പോഴേക്കും ദുർവാസാവ് വെള്ളത്തുനിന്ന് കിട്ടി ചാടി കയറിയില്ലേ. യോ മാം അതിഥിമായാതമ അതിഥ്യേന നിമന്ത്രിച്ച അതത്വാ ഭുക്തവാൻ. എന്നെ അതിഥിയായിട്ട് വിളിച്ചു വരുന്നില്ല, എനിക്ക് തരാണ്ടെങ്കിൽ കഴിച്ചോ. സദ്യസ്തേ ദരിശയേ ഫലം. കണ്ടോ നീ എന്ന് പറഞ്ഞ് കാലാനല സമയായിരിക്കുന്ന കൃത്യ എന്നൊരു ഭൂതത്തെ സൃഷ്ടിച്ചു. ആ ഭൂതം പരാക്രമം കാണിച്ചുകൊണ്ട് അംബരീഷന്റെ നേരെ അടുത്തപ്പോഴും അംബരീഷൻ ഒരടി അടങ്ങിയില്ല. അതൊന്നും ചെയ്തിട്ടില്ല, ഉറപ്പുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും ചാടും. തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല ഉറപ്പുണ്ടാകും. അതുകൊണ്ട് അനങ്ങിയില്ല അദ്ദേഹം. പക്ഷെ വേറൊരാളെ അനങ്ങി. അതാരാ? സുദർശന ചക്രം. ആ സുദർശന ചക്രത്തിന്റെ പ്രഭാവത്തില് ഈ കൃത്യ അഗ്നിയിലെ ശലഭം എന്നതുപോലെ നശിച്ചുപോയി. അത് കഴിഞ്ഞ് ആ സുദർശനം ദുർവാസാവിന്റെ പിന്നാലോടാൻ തുടങ്ങി. എവിടെ ദുർവാസാവ് ഓടിയെത്തിയോ അവിടെയൊക്കെ സുദർശനത്തെ കണ്ടു. യതോ ധാവതി തത്ര സുദർശനം ദുഷ്പ്രസഹം ദദരിശ.
ആകെ കൂടി പരിഭ്രാന്തരായ ആ ദുർവാസാവ് കൈലാസത്തിൽ പോയി നോക്കി. രക്ഷിക്കണേ 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 എന്ന് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു ഞങ്ങൾക്കാരും സാധിക്കില്ല. പിന്നെ ഓടി. നീ എവിടേക്കാ ഓടുന്നത്? എവിടേക്കാ ഓടുന്നത്? ഓ, ബ്രഹ്മാവിന്റെ അടുത്തേക്കാ. അവിടെ ചെന്നപ്പോ ബ്രഹ്മാവും പറഞ്ഞു പറ്റില്ല. അവസാനം അച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാഗസമ്മാവഹി വിശ്വഭാവന. ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ക്ഷീരസാഗരശായിയായിരിക്കുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചതോടുകൂടി ഭഗവാൻ പറഞ്ഞു അല്ലേ ദുർവാസാവേ, അഹം ഭക്തപരാധീന ഹ്യസ്വതന്ത്ര ഇവ ദുര്യ. ഞാൻ ഭക്തപരാധീനാണ് ദുർവാസാവേ. ഭക്തജനങ്ങളുടെ കാര്യത്തില് ഞാൻ അസ്വതന്ത്രനാണ്. കെട്ടിയിട്ടവനെ പോലെ എനിക്ക് ഇക്കാര്യത്തില് ഒന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. എന്തേ കാരണം? സജ്ജനങ്ങളും എന്റെ ഹൃദയം എടുത്തുകൊണ്ട് പോയിരിക്കുക. ഹൃദയമുള്ളവർക്കല്ലേ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന വാത്സല്യാദി കരുണ തുടങ്ങിയതായ വികാരങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതൊന്നുമില്ല. കാരണം എനിക്ക് ഹൃദയമില്ല. ഹൃദയം എവിടെ പോയി? മയി നിർബദ്ധ ഹൃദയാ സാധവ സമദരിശിന. സജ്ജനങ്ങൾ എടുത്തുകൊണ്ട് പോയി. അപ്പൊ അവരെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ചോദിച്ചൂടെ എവിടേക്കാ കൊണ്ടുപോകണമെന്ന്? പറ്റില്ല. കാരണം എന്താ? അവരുടെ ഭാര്യ, കുട്ടികള്, സമ്പത്ത്, ഇങ്ങനെയുള്ള സർവ്വതും എനിക്ക് വേണ്ടി ഉപേക്ഷിച്ച് എന്നിൽ അവരുടെ ഹൃദയത്തെ നിബന്ധിച്ചവരാ. ഭക്തി കൊണ്ട് എപ്രകാരത്തിലാണോ നല്ല ഭാര്യമാര്, നല്ല ഭർത്താക്കന്മാരെ നല്ല പെരുമാറ്റം കൊണ്ടൊക്കെ വശീകരിക്കുന്നത്, അതുപോലെ ഭക്തജനങ്ങള് എന്നെ ഭക്തി കൊണ്ട് വശീകരിച്ചിരിക്കുന്നു. സാധുക്കളുടെ ഹൃദയത്തില് ഞാൻ മാത്രമേ, എൻ്റെ ഹൃദയത്തിലോ സജ്ജനങ്ങൾ മാത്രമേ. വാസാവിനാകെ കൂടി എന്താ വേണ്ടതെന്ന് ശരിയാണ്. ഈ ഒരു ഉപായം പറയാം. ഉപായം കഥയിഷ്യാമി തവ വിപ്രാ ശൃണുഷ്വ തത്. അങ്ങനത്തെ ഒരു ഉപായം ഞാൻ പറഞ്ഞു തരാം. എന്താത്? അംബരീഷന്റെ കാലം ഞാൻ പോയി വിളിച്ചോളൂ, വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനെ ദുർവാസാവ് അംബരീഷന്റെ അടുത്തേക്ക് ഓടാൻ പുറപ്പെട്ടേ. ഇപ്പൊ ഒരു കാര്യം കൂടി പറയട്ടെ. തപോ വിദ്യാച വിപ്രാണം നിശ്രേയസകരേ ഉഭേ തേ ഏവ ദുർവിനീതസ്യ കൽപ്പേതേ കർത്തുരന്യഥാ. തപസ്സും വിദ്യയും ഒക്കെ വിനയമുള്ളവനെ വേണ്ടുവണ്ണം പ്രകാശിക്കുള്ളൂ. അവ തന്നെ ദുർവിനയക്കാരന്റെ കയ്യിൽ കിട്ടിയാൽ നേരെ വിപരീത ഫലമാണ് ചെയ്യുക. പൊക്കോളൂ, എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ അംബരീഷന്റെ കാൽക്കര ചെന്ന് വീണ നമസ്കരിക്കാൻ പുറപ്പെട്ട ദുർവാസാവിനെ അംബരീഷൻ ജുഗുപ്സ കൊണ്ട് വേഗം പിടിച്ച് നീപ്പിച്ചു. അരുതരുതേ, അങ്ങനെ നമസ്കരിക്കരുതേ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ആപത്തൊന്നും വരാണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് തന്റെ സകല പുണ്യഫലങ്ങളും സുദർശനത്തിന് സമർപ്പിച്ചുകൊണ്ട് അംബരീഷൻ പ്രാർത്ഥിച്ചപ്പോ സുദർശനം അടങ്ങി. ദുർവാസാവിന് വിസ്തരിച്ച് ഭക്ഷണം വിളമ്പി അദ്ദേഹത്തിന്റെ വിശപ്പ് മാറി തേട്ടി ഇത് കഴിഞ്ഞിട്ടേ അംബരീഷൻ ആ നിന്നോർത്തനയിലും. ദുർവാസാവിന്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തൃപ്തനായതിനു ശേഷം മാത്രമേ അംബരീഷൻ
ഭക്ഷണം കഴിച്ചതു. എത്ര കാലായി കാലചക്രത്തിന്റെ പിന്നാലെ ആ സകല ലോകങ്ങളിൽ ഓടുന്നത്? എത്ര കാലായി ഇങ്ങനെ കാത്തു നിൽക്കുന്നു? അപ്പം ദുർവാസാവ് അംബരീഷിനെ അനുഗ്രഹിച്ച് അവിടുന്ന് പോണ സമയത്ത് ഉറക്ക വിളിച്ചു പറയാ, അഹോ അനന്തദാസാനം മഹത്വം ദൃഷ്ടമദ്യമേ. അഹോ അനന്തദാസന്മാരുടെ മഹത്വത്തെ ഞാൻ ഇന്ന് മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കി? കൃതാഗസോപി യത് രാജൻ മംഗളാനി സമീഹസേ. അങ്ങോട്ട് ഉപദ്രവിച്ചവർക്കും കൂടി മംഗളം വരണേ എന്ന് വിചാരിക്കുന്നവരാണ് മഹാത്മാക്കൾ, അനന്തദാസന്മാര്, ഗുരുവായൂരപ്പദാസന്മാര് എന്ന് മനസ്സിലാക്കി. അങ്ങനെ അംബരീഷൻ അവിടുന്ന് യാത്രയായി. തപസ്സും വിദ്യയും ഒക്കെ വേണ്ടതുപോലെ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഞാൻ ഭഗവത് ദാസനാണ് എന്ന ഭാവത്തിലായിരിക്കണം ജീവിക്കുന്നത്. പിന്നെ അവിടുന്ന് അങ്ങട് യുവനാശ്വൻ എന്ന് പറഞ്ഞൊരു രാജാവ്, അദ്ദേഹം ഇതുപോലെ കുട്ടികളില്ല